ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബാഗ് ഹെഡ് എന്ന ഒരു മൂവിയാണ്. ഇതൊരു അടിപൊളി ഹൊറർ മൂവിയാണ്. ഹൊറർ മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നന്നായി എൻജോയ് ചെയ്യും. അപ്പൊ അധികം സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഓവൻ എന്ന് പറയുന്ന ഒരു പ്രായമായ വ്യക്തിനെയാണ്. ഏകദേശം 400 കൊല്ലം പഴക്കമുള്ള ഒരു പഴയ ബിൽഡിങ്ങിലാണ് അയാൾ ഇപ്പൊ നിൽക്കുന്നത്. ഇത് ഇയാളുടെ സ്വന്തം ബിൽഡിംഗ് ആണ്. ശരിക്കും അത് ബിൽഡിംഗ് അല്ല, ഒരു മാൻഷൻ ആണ്. അടുത്ത സീനിൽ നീൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാണിക്കുന്നു. അയാളിപ്പോ ആ മാൻഷനിലേക്ക് എത്തി ആ പ്രായമായ വ്യക്തിക്ക് കുറെ ഡോളർ കൊടുത്ത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പ്രായമായ വ്യക്തിയാണെങ്കിൽ നീലിന്റെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല. നീൽ ഈ സമയം അയാളുടെ കാല് പിടിക്കുന്ന പോലെ അയാളുടെ കെഞ്ചുവാണ്. എന്നിട്ടും അയാൾ അതൊന്നും കേൾക്കുന്നില്ല. നീല് വെച്ച് നീട്ടിയ പണം എല്ലാം നിരസിച്ച് നീലിനെ ഇപ്പൊ അയാൾ അവിടുന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം അയാൾ അയാളുടെ ക്യാമറയില് ഒരു വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്യുവാണ്. എന്റെ ഈ 400 കൊല്ലം പഴക്കമുള്ള ഈ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റ് ഏരിയയിൽ അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയുണ്ട്. ആ അടഞ്ഞു കിടക്കുന്ന മുറിയില് പ്രത്യേക തരം ശക്തിയുള്ള ഒരു ഗോസ്റ്റ് ഉണ്ട്. ഈ ബിൽഡിംഗ് ആരുടെ പേരിലാണോ, അതായത് ഈ ബിൽഡിങ്ങിന്റെ ഓണർ ആരാണോ അയാളായിരിക്കും എപ്പോഴും ആ ഗോസ്റ്റിന്റെ യജമാനൻ. ഇന്നതിന്റെ യജമാനൻ ഞാനാണ്, നാളെ അത് നീ ആയേക്കാം. പിന്നെ ആ ഗോസ്റ്റിനോട് ഇടപഴകാൻ പോകുമ്പോ ശരിക്കും ശ്രദ്ധാലുവായിരിക്കണം. കാരണം ആ ഗോസ്റ്റ് ഭയങ്കര ഡേഞ്ചർ ആണ്. അത് എപ്പോ എങ്ങനെ പ്രവർത്തിക്കും, എന്ത് ചെയ്യുമെന്ന് നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ നീ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാതെ അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ഇങ്ങനെല്ലാം പറഞ്ഞ അയാൾ ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ കുറച്ച് പെട്രോൾ എല്ലാം എടുത്തിട്ട് നേരെ ആ ബേസ്മെന്റ് ഏരിയയിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ആ പെട്രോൾ അവിടെ ഒഴിച്ച് പെട്ടെന്ന് അതിലേക്ക് തീയിടുന്നു. ഈ സമയം തീ ആളിപ്പടർന്ന് അയാളുടെ മേത്തേക്ക് തന്നെ പിടിക്കുവാണ്. അങ്ങനെ അയാൾ തീ പിടിച്ച് വെന്ത് മരിക്കുന്നു. ശരിക്കും അയാൾ ഈ ചെയ്തതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പെട്രോൾ വെച്ച് ആ ബേസ്മെന്റ് ഏരിയയിൽ ഉണ്ടെന്ന് പറയുന്ന ആ ഗോസ്റ്റിനെ കത്തിച്ച് കളയാൻ ശ്രമിച്ചതാണ്. എന്നാൽ ബൈ മിസ്റ്റേക്ക് തീ അയാളുടെ മേത്തേക്ക് തന്നെ കത്തിപ്പിടിച്ചു. അങ്ങനെ അയാൾ മരണപ്പെട്ടു. ഇങ്ങനെ ചെയ്യുന്നത് റിസ്ക് ആണ്. ഒരുപക്ഷെ താൻ തന്നെ മരിച്ചേക്കാന്ന് ഏകദേശം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഗോസ്റ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പേ അയാൾ അങ്ങനെ ഒരു വീഡിയോ മെസ്സേജ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചത്. അങ്ങനെ ആ സീനിലൂടെ കട്ടായി അടുത്ത സീനില് കാറ്റി, ഐറിസ് ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങളെ കാണിക്കുന്നു. ഐറിസ് ആണ് നമ്മുടെ മൂവിലെ നായിക. ഈ കാറ്റി ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇവരൊരുമിച്ച് ഒരു മുറിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തൊരു കാരണം കൊണ്ട് അവർക്ക് അവരുടെ മുറിയെല്ലാം നഷ്ടമായി. അവരിപ്പോ ലഗേജ് എല്ലാം എടുത്ത് അങ്ങനെ വരുവാണ്. ഈ സമയം നമ്മുടെ നായികയ്ക്ക് ഒരു കോള് വരുന്നു. തൊട്ടു മുമ്പത്തെ സീനില് മരിച്ച പ്രായമായ വ്യക്തിയില്ലേ, അത് ഇവളുടെ അച്ഛനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്നും പറഞ്ഞാണ് ഇവൾക്ക് കോള് വന്നിരിക്കുന്നത്. നായിക കുറെ നാളായി അവളുടെ അച്ഛനുമായിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കേട്ടപ്പം അവൾക്ക് അധിക സങ്കടമൊന്നും ആവുന്നില്ല. എന്നാലും വേണ്ട ചടങ്ങുകളെല്ലാം തീർക്കാൻ വേണ്ടി അടുത്ത വണ്ടിക്ക് അവള് നാട്ടിലേക്ക് എത്തുവാണ്. എന്നിട്ട് നേരെ മോർച്ചറിയിലേക്ക് എത്തി വേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്ത് അവള് ബോഡി ഏറ്റുവാങ്ങുന്നു. ആകെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലുള്ള അയാളുടെ ബോഡി കാണുന്ന സമയത്ത് നായിക ചെറുതായിട്ടൊന്ന് ഫീൽ ആവുന്നു. എന്തൊക്കെയാണെങ്കിൽ അത് അവളുടെ അച്ഛനല്ലേ. ഇതേ സമയം നായികന്റെ അടുത്തേക്ക് ഒരു വക്കീൽ വരുവാണ്. ഈ വക്കീൽ നായികന്റെ അച്ഛന്റെ വക്കീലായിരുന്നു. വക്കീൽ ഇപ്പം നായികനോട് പറയുന്നത് അദ്ദേഹം ഇപ്പം മരിച്ചു പോയോണ്ട് ഇനി അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിനക്ക് കിട്ടുമെന്ന്. പക്ഷെ അതിനൊരു ഡിമാൻഡ് ഉണ്ട്. അത് നിനക്ക് വിൽക്കാനോ പണയം വെക്കാനോ കഴിയില്ല. ഇവിടെ നിന്ന് നോക്കാൻ തയ്യാറായാൽ മാത്രമേ അത് നിന്റെ പേരിലേക്ക് എത്തുള്ളൂ. ഇത് കേട്ട നായികയാണെങ്കിൽ ആകെ സ്റ്റക്ക് ആവുന്നു. എത്രയും വേഗം വേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്ത് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയായിരുന്നു അവളുടെ പ്ലാൻ. ഇതിപ്പോ നാട്ടിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയായില്ലേ. അങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയാതെ അവൾ അങ്ങനെ നിൽക്കുന്ന സമയം വക്കീൽ അവളെയും കൂട്ടിക്കൊണ്ടുപോയി അയാളുടെ പേരിലുള്ള ആ പ്രോപ്പർട്ടീസ് കാട്ടിക്കൊടുക്കുന്നു. അതിൽ മെയിൻ ആയിരുന്നു ആ മാൻസൺ. നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാര് ഈ മാൻസൺ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്നാൽ അദ്ദേഹം മരിക്കുന്നവരെ ആർക്കും അത് വിട്ടുകൊടുത്തിട്ടില്ല. ഈ മാൻസൺ നിന്റെ കയ്യിലേക്ക് എത്തിയാ നീയും അത് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കിയത്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കിട്ടാൻ നമ്മുടെ നായിക ഇത്രയും വില മതിക്കുന്ന ഈ പ്രോപ്പർട്ടീസ് എല്ലാം അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ശരി ഇത് ഏറ്റെടുത്ത് ഇനി ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ വേണ്ട പേപ്പർ വർക്ക്സ് എല്ലാം ആ വക്കീൽ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നായിക അവിടെ തന്നെ താമസമാകുന്നു. അന്ന് രാത്രി നമ്മുടെ നായിക ആ ബേസ്മെന്റ് ഏരിയയിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുവാണ്. ഇതെന്താ അവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ അവിടെ ചെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ബേസ്മെന്റ് ഏരിയയിലേക്കുള്ള ആ ഡോർ തുറക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവളുടെ പുറകിലൂടെ ആരോ അങ്ങനെ പെട്ടെന്ന് മാറുന്നത് അവൾ നോട്ട് ചെയ്യുന്നു. അങ്ങനെ ശ്രദ്ധിക്കുന്ന അവളാണെങ്കിൽ ലൈറ്റും തെളിച്ച് അതാരാണെന്ന് ഇങ്ങനെ നോക്കുവാണ്. ഈ സമയം പെട്ടെന്ന് ആ വ്യക്തി അവളുടെ മുന്നിലേക്ക് വരുന്നു. അത് നമ്മൾ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട നീലായിരുന്നു. എന്തായാലും പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് വന്നപ്പോ നമ്മുടെ നായിക അകഞ്ഞെട്ടിപ്പോയി. അങ്ങനെ അയാൾ നായികനോട് അയ്യോ നിങ്ങൾ പേടിക്കല്ലേ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല. ഇവിടുത്തെ ഈ ബേസ്മെന്റ് ഏരിയയില് ഒരു ഗോസ്റ്റ് ഉണ്ട്, എനിക്ക് അവരെ ഒന്ന് കാണണം, ഞാൻ അതിനു വേണ്ടി വന്നതാണ്. അതിന് നിങ്ങൾ ആവശ്യപ്പെടുന്ന എത്ര പണം പേ ചെയ്യാനും ഞാൻ തയ്യാറാണെന്നും പറഞ്ഞ് ഒരു കെട്ട് പണം അയാൾ അവൾക്ക് നേരെ നീട്ടുന്നു. ഇത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതേ കാരണത്തിന് വേണ്ടിയായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നായികന്റെ അച്ഛന്റെ അടുത്തേക്കും ഇയാൾ വന്നതെന്ന്. സോ ആ ഗോസ്റ്റിനെ കാണാനായിട്ട് ഇയാൾ എന്തിനാ ഇങ്ങനെ തിടുക്കം പിടിക്കുന്നത്, അതിനുവേണ്ടി ഇത്ര പണം എന്തിനാ ഇയാൾ പേ ചെയ്യുന്നതെന്നൊക്കെ ഈ സമയത്ത് നമ്മൾ ആലോചിക്കും. അതിനൊരു കാരണമുണ്ട്. ആ ബേസ്മെന്റ് ഏരിയയിലുള്ള ഗോസ്റ്റ് അത്ര അധികം പവർഫുൾ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ആ ഗോസ്റ്റിന്റെ അടുത്തേക്ക് എന്ന് മരിച്ചുപോയൊരു വ്യക്തിന്റെ, അതായത് ആ മരിച്ചുപോയ വ്യക്തി യൂസ് ചെയ്ത
ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു തിങ്സ് കൊടുക്കുവാണെങ്കിൽ ആ തിങ്സ് ആ ഗോസ്റ്റ് വിഴുങ്ങും. അത് വിഴുങ്ങിയ ഉടനെ തന്നെ ആ ഗോസ്റ്റ് ആ മരിച്ചുപോയ ആളുടെ രൂപത്തിലാവും. അതായത് അവരുടെ സോള് ഈ ഗോസ്റ്റിന്റെ ശരീരത്തിലേക്ക് വരും. അങ്ങനെ ആ സോളിനോട് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഇപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നീലും വന്നിരിക്കുന്നത്. ഇങ്ങനെ സോൾ ആ ഗോസ്റ്റിന്റെ ശരീരത്തേക്ക് കയറിയ 2 മിനിറ്റ് മാത്രമേ നീലിന് ആ സോളിനോട് സംസാരിക്കാൻ കഴിയുള്ളൂ. നീലിന്റെ ഭാര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടായിരുന്നു. അവളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി അവളോട് സംസാരിക്കാൻ വേണ്ടിയാണ് നീല ഇത്രയധികം കഷ്ടപ്പെടുന്നത്. അങ്ങനെ അയാൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇതെല്ലാം ആദ്യമായിട്ട് കേട്ടോണ്ട് തന്നെ നമ്മുടെ നായികയാണെങ്കിൽ ആകാന്തം വിട്ടിരിക്കുന്നു. എന്നാലും അയാൾ ഈ പറഞ്ഞ കഥയെല്ലാം കേട്ടപ്പോ, മെയിനായിട്ടും അയാൾ ഇത്രയും പണമെല്ലാം ഓഫർ ചെയ്തപ്പോ നമ്മുടെ നായിക അതിൽ വീണു. എന്തായാലും ഈ ബിൽഡിംഗ് വിൽക്കാനും പറ്റില്ല, പണയം വെക്കാനും കഴിയില്ല. ഇത് നോക്കി നടത്തി ജീവിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ ഈ പരിപാടി ഇന്നു പോലെ ചെയ്തു തുടങ്ങാന്ന് നായിക മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. താൻ പോയിട്ട് നാളെ വാ, അപ്പത്തേനും ഞാൻ വക്കീലിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കാന്നൊക്കെ പറയുന്നു. അങ്ങനെ അയാളെ പറഞ്ഞയച്ചതിന് ശേഷം നമ്മുടെ നായികയാണെങ്കിൽ കാറ്റി എന്ന് പറയുന്ന അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്നിട്ട് നീ എത്രയും വേഗം ഇങ്ങോട്ട് വരണം എന്നൊക്കെ അവളോട് പറയുവാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ നായികയാണെങ്കിൽ ആ വക്കീലിനെ പോയി കണ്ട് ഇന്നപോലെ ഈ കാര്യങ്ങളെ പറ്റി എല്ലാം ചോദിക്കുന്നു. അപ്പൊ ആ വക്കീല് പറയാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന്. മരിക്കുന്നതിന് മുമ്പ് ആ കാര്യങ്ങളെല്ലാം നിന്നെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ക്യാസറ്റ് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ അയാൾ ഈ സമയത്ത് ആ ക്യാസറ്റ് നായികയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോഴാണ് ആ ക്യാസറ്റ് അയാള് നായികയ്ക്ക് വേണ്ടിയായിരുന്നു റെക്കോർഡ് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. അടുത്ത സീനിൽ നമ്മുടെ നായികയാണെങ്കിൽ വീട്ടിൽ ചെന്നിരുന്ന് ആ ക്യാസറ്റിലെ വീഡിയോ മുഴുവൻ കാണുന്നു. അതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. കുറച്ചേരം കഴിയുമ്പോഴേക്കും അവളുടെ ഫ്രണ്ടായ കാറ്റി അവൾ വിളിച്ചോണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് എത്തുവാണ്. അതായത് അവളുടെ അച്ഛന്റെ ആ ബിൽഡിംഗിലേക്ക് വരുവാണ്. അങ്ങനെ നമ്മുടെ നായിക മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പൊ കാറ്റിനോട് അവൾ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതെല്ലാം കേട്ട കാറ്റിക്കും നായികനെ പോലെ തന്നെ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈവനിങ് ആവുന്ന സമയത്ത് നീൽ ഇന്നലെ വന്ന പോലെ തന്നെ അവിടേക്ക് എത്തുവാണ്. എടോ, താൻ പറഞ്ഞ പോലെ ആ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. അതിനെപ്പറ്റി എന്നോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടി. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താൻ വാന്നും പറഞ്ഞ അയാളെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ നായികയും കാറ്റിയും കൂടി അങ്ങനെ ബേസ്മെന്റ് ഏരിയയിലേക്ക് എത്തുവാണ്. ഇപ്പോഴും അവിടെ ആ ചെയർ കാണുന്നുണ്ട്, എന്നാൽ അതിൽ ആ ഗോസ്റ്റ് ഇല്ല. ഇതേസമയം നീൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റാന്തലും കൊണ്ട് ആ ബേസ്മെന്റ് ഏരിയന്റെ ആ വാളിലുള്ള ആ ഹോളില്ലേ അവിടേക്ക് ചെല്ലുവാണ്. എന്നിട്ട് രോമാഞ്ച സിനിമയില് അവരെ ആത്മാവേ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന പോലെ ഗോസ്റ്റേ വാ എന്നും പറഞ്ഞ് അങ്ങനെ വിളിക്കുന്നു. കുറച്ചേരം കഴിഞ്ഞതും ആ ഹോളിന്റെ അകത്ത് നിന്ന് ആ ഗോസ്റ്റ് അങ്ങനെ പുറത്തേക്ക് വരുന്നു. ഇത് കാണുന്ന സമയത്ത് നായികയും കാറ്റിയൊക്കെ ഒരുപാട് പേടിക്കുവാണ്. ആ ഗോസ്റ്റിന്റെ തലയെല്ലാം ആകെ മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ആ ഗോസ്റ്റിനെ ബാക്ക് ഹെഡ് എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല ഒരു വികൃത രൂപവും കണ്ടാൽ തന്നെ പേടിയാവുന്നു. നായികന്റെ അച്ഛൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, ആ ബിൽഡിങ്ങിന്റെ ഓണർ ആരാണോ അവരായിരിക്കും ഇനി മുതല് ആ ഗോസ്റ്റിന്റെ യജമാനൻ എന്ന്. അപ്പൊ കറന്റ്ലി നമ്മുടെ നായികയാണ് അതിന്റെ യജമാനൻ. അങ്ങനെ അച്ഛൻ ആ വീഡിയോയിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നായികന്റെ. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക പെട്ടെന്ന് ആ ബാക്ക് ഹെഡിനോട് മര്യാദയ്ക്ക് വന്ന ആ ചെയറിലിരിക്കാൻ പറയുന്നു. ഇത് കേൾക്കുന്ന ആ ബാക്ക് ഹെഡ് ആണെങ്കിൽ അതനുസരിച്ച് ആ ചെയറിൽ വന്നിരിക്കുവാണ്. ഈ സമയം ബാക്ക് ഹെഡ് ആണെങ്കിൽ നീലിന് നേരെ കൈ നീട്ടുവാണ്. അപ്പൊ നീലാണെങ്കിൽ അതിന്റെ കയ്യില് മരിച്ചുപോയ അവന്റെ ഭാര്യന്റെ ഒരു റിങ് കൊടുക്കുന്നു. അങ്ങനെ അത് കിട്ടിയത് ആ ഗോസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് അത് വായിലേക്ക് ഇട്ട് വിഴുങ്ങുവാണ്. അത് കഴിഞ്ഞത് നീലാണെങ്കിൽ പെട്ടെന്ന് ആ ഗോസ്റ്റിന്റെ തലയിലുള്ള ആ തുണി അങ്ങെടുത്ത് മാറ്റുന്നു. അങ്ങനെ ഇപ്പൊ ആ ഗോസ്റ്റിന്റെ വേഷം മാറിയത് കണ്ടിട്ട് ശരിക്കും നീല സന്തോഷിക്കേണ്ടതല്ലേ. പക്ഷെ ഇപ്പൊ നീല ഒരുപാട് ഡിസപ്പോയിന്റഡ് ആവുന്നു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. മരിച്ചുപോയ അവന്റെ ഭാര്യന്റെ രൂപമാവേണ്ടതിന് പകരം ആ ഗോസ്റ്റ് ആയത് മരിച്ചുപോയ അവന്റെ അമ്മേന്റെ രൂപത്തിലായിരുന്നു. ഓൾറെഡി നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന ആളുടെ സോള് ആ ഗോസ്റ്റിന്റെ ശരീരത്ത് വരണമെങ്കിൽ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന എന്തെങ്കിലും തിങ്സ് ആ ഗോസ്റ്റിന് കൊടുക്കണമെന്ന്. അത് വിഴുങ്ങിയ ഉടനെ ആ ഗോസ്റ്റ് ആ രൂപത്തിലാവുമെന്ന്. ശരിയാണ്, നീല ആ ഗോസ്റ്റിന് അവന്റെ ഭാര്യന്റെ ഒരു മോതിരം കൊടുത്തായിരുന്നു. എന്നാൽ ആ മോതിരം അവന്റെ ഭാര്യന്റേതാവുന്നതിന് മുമ്പ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവന്റെ അമ്മയായിരുന്നു. അതായത് അവന്റെ അമ്മേന്റെ മോതിരം ആയതിനു ശേഷമാണ് ആ മോതിരം അവന്റെ ഭാര്യന്റേതായത്. ഈ ഒരു കാരണം കൊണ്ടാണ് ആ ഗോസ്റ്റിന് മരിച്ചുപോയ അവന്റെ അമ്മേന്റെ രൂപം വന്നത്. ഇപ്പൊ അവിടേക്ക് എത്തിയ അമ്മേന്റെ ആത്മാവ് നീലിനോട് സംസാരിക്കുന്നു. അവരങ്ങനെ സ്നേഹമായിട്ട് സംസാരിക്കുകയും പെരുമാറും എല്ലാം ചെയ്യുന്ന സമയത്ത് നീല അവരോട് പറയുവാണ്, എനിക്ക് കാണേണ്ടത് അമ്മേനെയല്ല, എന്റെ മരിച്ചുപോയ ഭാര്യനെയാണെന്ന്. അങ്ങനെ ആ സംസാരം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 മിനിറ്റ് കഴിയുവാണ്. 2 മിനിറ്റ് കഴിഞ്ഞതും ആ ഗോസ്റ്റ് എവിടെ നിന്ന് വാനിഷ് ആവുന്നു. ഓൾറെഡി അതും പറഞ്ഞായിരുന്നല്ലോ, അതായത് 2 മിനിറ്റ് മാത്രമേ ആ സോളിനെ ആ ഗോസ്റ്റിന്റെ ശരീരത്തിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന്. 2 മിനിറ്റ് അവസാനിച്ചതും അത് അവിടുന്ന് പോയി. കുറച്ചേരം കഴിഞ്ഞ് ആ ഗോസ്റ്റ് വീണ്ടും അവിടേക്ക് എത്തുവാണ്. എന്നിട്ട് ആ ഗോസ്റ്റ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ സമയം ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നായികയും കാറ്റിയും കൂടി പെട്ടെന്ന് നീലിനെയും കൊണ്ട് ആ മുറിക്ക് പുറത്തേക്ക് വന്ന് മുറി അടയ്ക്കുന്നു. ഈ സമയം നീല അവരോട് ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാ പെട്ടെന്ന് എന്നെയും പിടിച്ചു വലിച്ച് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന്. ഞാൻ ഇവിടേക്ക് വന്ന് ഉദ്ദേശം നടന്നിട്ടില്ല, അതായത് എന്റെ ആഗ്രഹം ഇതുവരെ സാധ്യമായിട്ടില്ല എന്ന്. ഈ സമയം കാറ്റി അവനോട് ദേഷ്യപ്പെട്ട് പറയുകയാണ്, ഇനി അവിടെ നിന്നിരുന്നെങ്കിൽ ആ ഗോസ്റ്റ് നിന്റെയും ഞങ്ങളുടെയും പൊടി പോലും ബാക്കി വെക്കില്ലായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന നീലി ഈ സമയത്ത് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ ഭാര്യനോടൊന്ന് സംസാരിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത്. അതിന് ഇനിയും പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്, പണം എനിക്കൊരു പ്രശ്നമല്ല. ഇങ്ങനെ അവൻ പറയുന്നതെല്ലാം കേട്ടപ്പോ നായിക വീണ്ടും അവന്റെ ആ വാക്കുകളിൽ വീഴുന്നു. അങ്ങനെ നായിക എന്നാ നീ പോയിട്ട് നാളെ വരാൻ പറഞ്ഞ് അവനിപ്പോ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നായികയും കാറ്റിയും കൂടി വീണ്ടും അവളുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത ആ ക്യാസറ്റിലെ വീഡിയോ വീണ്ടും കാണുന്നു. ഇപ്പൊ അച്ഛന്റെ വീഡിയോ വീണ്ടും കാണുന്ന സമയത്ത് അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് അവള് ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആവുന്നു.
കാരണം ഈ കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് അച്ഛനോട് ഒരു കണക്ഷനും ഇല്ലാതെ ദൂരെ മാറി താമസിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു അവള്. അങ്ങനെ ഇപ്പൊ ആ സീക്വൻസിനെല്ലാം ശേഷം അടുത്ത സീനില് കാറ്റി ആണെങ്കിൽ ആ ബിൽഡിങ്ങിലുള്ള കുറെ അധികം ഫോട്ടോസ് കാണുവാണ്. അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോസിലെല്ലാം ഉള്ളത് ആ ബിൽഡിങ്ങിന്റെ ഓണേഴ്സ് ആയിരുന്നു. അതായത് പല ആൾക്കാരിലൂടെയും കൈമാറി എത്തിയ ബിൽഡിംഗ് ആണത്. അങ്ങനെ ആ ഫോട്ടോയിലുള്ള ഓണേഴ്സിനെ പറ്റി എല്ലാം അന്വേഷിക്കുന്ന സമയത്ത് എല്ലാ ഓണേഴ്സും ഇതേ ബിൽഡിംഗിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടവരാണെന്ന് അവൾ അങ്ങനെ മനസ്സിലാക്കുന്നു. നായികയുടെ അച്ഛനും ഏകദേശം അങ്ങനെയാണല്ലോ മരണപ്പെട്ടത്. സോ ഇപ്പൊ ഈ ബിൽഡിങ്ങിന് മുതലാളിയായ നായികി ഒരുപക്ഷെ നാളെ അങ്ങനെ കൊല്ലപ്പെട്ടേക്കാം. ഈ ഒരു കാര്യം പെട്ടെന്ന് കാറ്റി അങ്ങനെ ആലോചിക്കുവാണ്. അങ്ങനെ നായികനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ ചെകുത്താന്റെ കോട്ട വിറ്റ് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാന്നൊക്കെ പറയുന്നു. എന്നാൽ നായിക ആ സമയം അച്ഛന്റെ ഓർമ്മകളിൽ ഇമോഷണൽ ആയിട്ടിരിക്കുവല്ലായിരുന്നോ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അച്ഛനിത് ഞാൻ വിൽക്കാൻ പാടില്ല എന്നാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഇത് വിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് കാറ്റിനെ ഒതുക്കുന്നു. അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത ദിവസം രാത്രി നായിക പറഞ്ഞ പോലെ നീൽ എവിടേക്ക് വീണ്ടും എത്തുവാണ്. അങ്ങനെ ഇപ്പൊ കുറേം കൂടി പൈസ നായികയ്ക്ക് അയാൾ കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ നായിക അയാളെയും കൂട്ടിക്കൊണ്ട് നേരെ ഗോസ്റ്റിന്റെ അടുത്തേക്ക് എത്തി ഇന്നലെ ചെയ്ത അതേ പ്രോസസ് വീണ്ടും ജയിപ്പിക്കുവാണ്. ഇത്തവണ എന്തായാലും സാറ എന്ന് പറയുന്ന അയാളുടെ മരിച്ചുപോയ ഭാര്യന്റെ രൂപം, അതായത് അവളുടെ സോള് ആ ഗോസ്റ്റിന്റെ ശരീരത്തിലേക്ക് എത്തി. അങ്ങനെ ഇപ്പൊ നീൽ അവളോട് സംസാരിക്കാൻ തുടങ്ങുവാണ്. ഈ സമയം രണ്ടുപേരും ഇമോഷണൽ ആവുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്ത് നമ്മുടെ നായിക നിൽക്കുന്നു. അങ്ങനെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയില് പെട്ടെന്ന് നീല് കരഞ്ഞോണ്ടിരിക്കുന്ന സാറിനോട് ചോദിക്കുവാണ്, അല്ല നീ എന്തിനാ കരയുന്നത്? ഭർത്താവായ എന്നെ പറ്റിച്ച് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിച്ചോളല്ലേ നീ? അതൊന്നും ഞാൻ മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചോ? നിന്റെ ഈ മുതല കണ്ണീരില് ഞാൻ വീഴുമെന്ന് വിചാരിച്ചോ? നീലി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് സാറ അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നെ അവിശ്വസിക്കരുതേ എന്നൊക്കെ പറയുന്നു. നീലി ഒന്നും പറയണ്ടീ, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായതാണ്. അതൊക്കെ നിന്നോടൊന്ന് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. അന്നത് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അതിനു മുമ്പ് നീ മരണപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് ഇത്രയൊക്കെ റിസ്ക് എടുത്ത് നിന്റെ സോളിനെ എവിടേക്ക് എത്തിച്ചിട്ട് ഇപ്പൊ നിന്നോട് ഈ കാര്യം ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നീലി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ആ 2 മിനിറ്റ് കഴിയുവാണ്. അപ്പോഴേക്കും ആ ചെയറോട് കൂടി തന്നെ സാറ ഭിത്തിനകത്തുള്ള ഹോളിലേക്ക് കയറി പോകുന്നു. അതായത് ആ ചെയർ നേരെ പുറകിലേക്ക് പോവാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഹോളിനകത്ത് നിന്ന് പുറത്തേക്ക് ആ ഗോസ്റ്റ് യഥാർത്ഥ രൂപത്തില്, അതായത് പേടിപ്പിക്കുന്ന രൂപത്തിൽ വന്ന് അവരെ ഭയപ്പെടുത്തുന്നു. ഇതേസമയം നമ്മുടെ നായിക എങ്ങനെയോ ആ തുണി ആ ഗോസ്റ്റിന്റെ തലയിൽ കൂടി ഇടുവാണ്. അപ്പോഴേക്കും അത് അടങ്ങുന്നു. എന്നിട്ട് വളരെ ശാന്തമായി ആ ഗോസ്റ്റ് ആ ഹോളിനകത്തേക്ക് തന്നെ വീണ്ടും കയറി പോവാണ്. അത് കഴിഞ്ഞ് നീലും നായികയും കാറ്റിയും കൂടി ആ ബേസ്മെന്റ് ഏരിയയിലെ ആ റൂമെല്ലാം പൂട്ടി നേരെ പുറത്തു വന്നിരുന്ന് സംസാരിക്കുവാണ്. ഈ സമയം കാറ്റി ആണെങ്കിൽ നീലിനോട് ദേഷ്യപ്പെടുന്നു. ഇപ്പോഴും മനുഷ്യന്റെ വേറെയിൽ മാറിയിട്ടില്ല. താൻ തന്നെ മരിച്ചുപോയ ഭാര്യനെ ഒന്നുകൂടി കാണണം, അവസാനമായിട്ടൊന്ന് കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അവളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ ഇതേപോലൊരു കാര്യം മനസ്സിൽ വെച്ചോണ്ടാണെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി ഈ കാര്യം പറഞ്ഞുണ്ട് ഈ വീട്ടിലേക്ക് മേലെ വന്നേക്കില്ലെന്നും പറഞ്ഞ് നീലിനെ ഇപ്പൊ അവൾ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. അങ്ങനെ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ആ വീട്ടിൽ നിരന്തരമായിട്ട് ആ ഗോസ്റ്റിന്റെ ശല്യം കൂടുവാണ്. ഒരു ഘട്ടത്തിൽ സഹിക്കാൻ കഴിയാത്ത നായികയും കാറ്റിയും കൂടി അവളെ ആ ബിൽഡിംഗ് ഏൽപ്പിച്ച ആ വക്കീലിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ആ ഡീഡ് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രശ്നം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ വക്കീല് അവിടെ ഇല്ലായിരുന്നു. അയാളുടെ ജോലികളെല്ലാം ചെയ്തു തീർത്ത് അവിടെ നിന്ന് എങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കാണുന്ന നായികയും കാറ്റിയും മനസ്സിലാക്കുവാണ് അപ്പൊ മൊത്തത്തിൽ പെട്ടുവെന്ന്. അടുത്ത സീനിൽ ഈ ഒരു കാര്യത്തിന്റെ പേരില് കാറ്റിയും നായികയും കൂടി വഴക്കിടുവാണ്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇത് പ്രശ്നമാണ്, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ച് നമുക്ക് ഇവിടുന്ന് പോവാന്ന്. അപ്പൊ നീ ഇമോഷൻസ് ആദ്യം ഇത് സെന്റിമെന്റൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി മൊത്തത്തിൽ പണി കിട്ടിയില്ലേ? അങ്ങനെ അവളീ ചൂടാവുന്നതെല്ലാം കേൾക്കുമ്പോ നായികയ്ക്ക് ദേഷ്യം വരുന്നു. പേടിയാണെങ്കിൽ നീ പൊക്കോ, നീ ഇവിടെ നിൽക്കണ്ട, നിന്നെ ആരും നിർബന്ധിച്ചില്ലല്ലോ ഇവിടെ നിൽക്കാൻ. ഇങ്ങനെല്ലാം പറഞ്ഞ് നായികയ്ക്കും ദേഷ്യം വന്ന് നായികയെ സംസാരിക്കുവാണ്. ഇതെല്ലാം കേൾക്കുന്ന കാറ്റി ആണെങ്കിൽ ശരി ഞാനിവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തിറങ്ങുന്നു. എന്നാൽ അവൾ അവിടെ വിട്ട് പോകാൻ തയ്യാറാവുന്നില്ല. അവൾ അവിടുന്ന് ഇറങ്ങി ആ വീടിനെ പറ്റിയുള്ള ഹിസ്റ്ററി എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അവൾ കണ്ടുപിടിക്കുന്നു. ഇതേ സമയം വീട്ടിൽ തനിച്ചായി പോയ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ ആകെ ഡിപ്രഷൻ ആവാൻ തുടങ്ങുവാണ്. ഒരു ഘട്ടത്തിൽ അവളാണെങ്കിൽ അവളുടെ അച്ഛനോടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ച്, അതായത് മരിച്ചുപോയ അവളുടെ അച്ഛനോട് സംസാരിക്കാന്ന് വിചാരിച്ച് അവളുടെ അച്ഛന്റെ ഒരു തിങ്സ് കൊണ്ടുപോയി ആ ഗോസ്റ്റിന്റെ അടുത്ത് കൊടുത്ത് അന്ന് നീല അവന്റെ ഭാര്യനോട് സംസാരിച്ച രീതിയിൽ നായിക ഇപ്പോൾ അവളുടെ അച്ഛനോട് സംസാരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോവാണ്. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ ആ ബിൽഡിങ്ങിന്റെ ഹിസ്റ്ററി എല്ലാം കാറ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കുവാണ്. 400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ബിൽഡിംഗ് 3-5 സഹോദരന്മാരുടെ കയ്യിലായിരുന്നു. അവരാണെങ്കിലോ ഭയങ്കര ദുഷ്ടന്മാരുമായിരുന്നു. അവരാ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീനെ പിടിച്ചോണ്ട് വന്ന് ആ ബേസ്മെന്റ് ഏരിയയിലിട്ട് ഒരുപാട് പീഡിപ്പിക്കുന്നു. അതിനുശേഷം തീ കൊളുത്തി അവരെ കൊല്ലുവാണ്. പക്ഷെ അവരതിൽ മരിക്കുന്നില്ലായിരുന്നു, അവർക്ക് ചെറിയ ജീവൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സഹോദരന്മാര് അവള് മരിച്ചോന്ന് വിചാരിച്ച് അവളെ ആ ബേസ്മെന്റ് ഏരിയയിലെ ഭിത്തി തുറന്ന് അതിനകത്തിട്ട് ആ ഭിത്തി വീണ്ടും കെട്ടി അങ്ങനെ മറവ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ഒരുതരം ജീവൻ ഉണ്ടായിരുന്ന അവര് അവിടെ കിടന്ന് നരകിച്ച് മരിക്കുന്നു. അതിനുശേഷമാണ് പ്രതികാരദാഹിയായ ആത്മാവ് ഇവരോട് പ്രതികാരം വീട്ടാൻ വേണ്ടി അങ്ങനെ ബേസ്മെന്റ് ഏരിയയിൽ അന്ന് മുതൽ താമസമാക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഈ ഹിസ്റ്ററി എല്ലാം മനസ്സിലാക്കിയ കാത്തിയാണെങ്കിൽ നായികനെ ഇതെല്ലാം അറിയിക്കാൻ വേണ്ടി അവളോട് പിണക്കുമായിരുന്നെങ്കിലും അവിടേക്ക് എത്തുവാണ്. എന്നാൽ അവളെ ആ സമയത്ത് അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവൾ ആ ബേസ്മെന്റ് ഏരിയയിലാണെന്ന് വിചാരിച്ച് അവിടെ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയല്ലോ എന്ന് വിചാരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ കാത്തിയാണെങ്കിൽ പെട്ടെന്ന് ആ ബേസ്മെന്റ് ഏരിയയിലേക്ക് വരുന്നു. ഈ സമയം കാറ്റിന്റെ കയ്യിൽ അവൾ കണ്ടുപിടിച്ച എല്ലാ കാര്യത്തിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള എവിഡൻസും ഉണ്ടായിരുന്നു. നായികൻ അത് കാട്ടി അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണല്ലോ അവൾ അവിടേക്ക് വന്നത്. എന്നാൽ ഇതേ സമയം അവിടെയുള്ള ആ ഗോസ്റ്റ് അവളെ പിടിക്കുവാണ്. അവളുടെ കയ്യിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കാണുന്ന സമയത്ത്
ഇതെല്ലാം നായികനെ അറിയിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ ഗോസ്റ്റ് ആണെങ്കിൽ അവളെ അവിടെ വെച്ച് കൊല്ലുന്നു. ഇതേ സമയം നമ്മുടെ നായികയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളുടെ മുറിയിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ബേസ്മെന്റ് ഏരിയയിൽ നിന്ന് കാറ്റി കരയുന്നോത്തെ ഒരു സൗണ്ട് കേട്ട നായികയാണെങ്കിൽ അവള് തിരിച്ചു വന്നു നോക്കാൻ വേണ്ടി നേരെ അവിടേക്ക് എത്തുന്നു. അപ്പൊ അവള് കാണുന്നത് അവിടെ മരിച്ചു കിടക്കുന്ന കാറ്റീനെയാണ്. അങ്ങനെ നായിക ഒരുപാട് സങ്കടപ്പെടുന്നു. ഇതേ സമയം തന്നെ അവിടെയുള്ള ആ ഗോസ്റ്റ് ആണെങ്കിൽ നമ്മുടെ നായികനെ ആക്രമിക്കാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും നായികന്റെ ഭാഗ്യം കൊണ്ട് നായികനെ കാണാൻ വേണ്ടി വന്ന നീലി ഈ കാഴ്ച കണ്ട് അവളെ അവിടുന്ന് സേവ് ചെയ്യുന്നു. അതിന് നായികനെ റൂമിൽ കൊണ്ടേ ആക്കിയിട്ട് അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നീലി നേരെ ആ ഗോസ്റ്റിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ഇപ്പൊ അവൻ ആ ഗോസ്റ്റിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കുറെ നേരം എന്തൊക്കെയോ ബേസ്മെന്റ് ഏരിയയിൽ നിന്ന് അവൻ ആ ഗോസ്റ്റിനോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതെന്തൊക്കെയാണെന്ന് കേൾക്കാൻ വേണ്ടി നായിക പുറകെ വരുവാണ്. സംഭവം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായിക വേണ്ടാന്ന് വെച്ച ഡീഡ് ഇപ്പൊ നീല ആ ഗോസ്റ്റുമായിട്ടുണ്ടാക്കാൻ ശ്രമിക്കുമായിരുന്നു. ഈ ഒരു കാര്യം കേട്ട് നായിക അകഞ്ഞിട്ടുന്നു. അവൻ അന്ന് ചെയ്ത പോലെ ഡെയിലി അവനവന്റെ ഭാര്യനോട് സംസാരിക്കണം ഈ ഒരു രീതിക്ക്. അതിനുവേണ്ടിയാണ് അവൻ ഈ ഡീഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട ഗോസ്റ്റ് പറയാണ്, നായിക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീയുമായിട്ട് ഡീഡ് ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. ഇത് കേട്ട നീലി ഈ സമയം എന്നാ പിന്നെ അവളെ അങ്ങ് കൊല്ലാന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയം നായിക ഒളിഞ്ഞ് നീ കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് അവൻ കാണുവാണ്. അങ്ങനെ ഇപ്പൊ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലുള്ള നീലാണെങ്കിൽ നായികനെ അവിടുന്ന് റൂഫിലേക്ക് പിടിച്ചോണ്ട് പോയി അവിടുന്ന് താഴേക്ക് തള്ളിയിട്ട് അവളെ കൊന്നു കളയുന്നു. എന്നിട്ട് നായകനെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് നേരെ ബേസ്മെന്റ് ഏരിയയിലേക്ക് വരുവാണ്. ഇനി അവന്റെ പ്ലാൻ എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ ആത്മാവിനെ ആ ഗോസ്റ്റിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ഡീഡ് അവളെ കൊണ്ട് തന്നെ ഒഴിവാക്കിക്കണം. അത് കഴിഞ്ഞ് ആ ഗോസ്റ്റിന്റെ യജമാനായിട്ട് ഇയാൾക്ക് മാറാലോ. അതിനുവേണ്ടിയാണല്ലോ നായകൻ അയാൾ കൊന്നു കളഞ്ഞത്. അങ്ങനെ ഇപ്പൊ എന്തായാലും ഐറിസിന്റെ ബോഡി അവിടേക്ക് എത്തിച്ച് ആ ഗോസ്റ്റിന്റെ ശരീരത്തിലേക്ക് നായകനെ അയാൾ കയറ്റുവാണ്. ഈ സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ ഗോസ്റ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ യജമാനും നമ്മുടെ നായികയാണ്. ഇപ്പൊ ഗോസ്റ്റിന്റെ ശരീരത്തിലുള്ള ആ സോളും നായികയാണ്. അതായത് ഇപ്പൊ നായിക മരണപ്പെട്ടെങ്കിലും അവൾക്ക് ഡബിൾ പവർ ഉണ്ട്. ഇനിയിപ്പോ ഈ ഒരു കാര്യം വെച്ച് അവൾ നീലിനോട് പറയുവാണ്, സാറ എന്ന് പറയുന്ന നിന്റെ വൈഫിനെ നിനക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് സ്നേഹിച്ചാണ് നീ അവളെ കല്യാണം കഴിച്ചത്. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവളോടുള്ള അതിര് കടന്ന സ്നേഹം നിന്നെ ഒരു സംശയരോഗിയാക്കി. ഈ ഒരു കാരണം കൊണ്ട് നീ അവളെ കൊന്നു കളഞ്ഞു. എന്നിട്ട് കുറ്റങ്ങളെല്ലാം അവളതാണെന്ന് നീ വിശ്വസിക്കുന്നു. എന്നാലും അവളോടുള്ള സ്നേഹം വിട്ടു പോകാത്തോണ്ട് ഈ ഒരു ഗോസ്റ്റിനെ ഉപയോഗിച്ച് അവളെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇനി അത് നടക്കില്ല. ഇപ്പൊ ഈ ഗോസ്റ്റ് ഞാനാണ്, ഗോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു സൈക്കോ ആയാൽ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, നിന്നെ ഞാൻ ഇവിടെ വെച്ച് തീർക്കുമെന്ന് പറഞ്ഞ് നീലിനെ അവിടെ വെച്ച് ആ ഗോസ്റ്റ് അടിച്ച് കൊല്ലുവാണ്. അതിനുശേഷം ആ ബേസ്മെന്റ് ഏരിയയില് അവള് തീയിടുന്നു. അങ്ങനെ ആ തീയില് ആ മാൻസൺ മുഴുവൻ കത്തിപ്പോവാണ്. ഇതേ സമയം 400 കൊല്ലം അവിടെ പൂട്ടിക്കിടന്ന ഗോസ്റ്റ് അവിടുന്ന് അങ്ങനെ മോചിതയായെന്ന് കാണിച്ചോണ്ട് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ കുറെ ലോജിക്കൽ മിസ്റ്റേക്സ് എല്ലാം നമുക്ക് ഈ മൂവിയിൽ തോന്നിയേക്കാം. അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ ഈ മൂവി എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.